കിടക്കുന്ന ഈ കക്കൂസിനകത്ത് ഇന്ന് 20 ദിവസം കൊണ്ട് ഞാൻ ഈ കക്കൂസിനകത്ത് ഈ പൊടിക്കുഞ്ഞുമായിട്ട് കിടക്കുന്ന നിങ്ങൾ വന്നേച്ച് നോക്ക്. ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഉടുക്കാൻ തുണി പോലും ഇല്ല. കഴിക്കാൻ ഭക്ഷണം ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നു. എന്നും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇവിടെ ഞാനും എൻ്റെ ഉമ്മയും കിടന്നുറങ്ങുന്നത്. ഇതിപ്പം ബൂച്ചങ്ങള് കാണുവാണെങ്കിൽ ഞങ്ങളെ സഹായിക്കണേ. ഞാനും ഉമ്മയും 20 ദിവസമായിട്ട് ഈ കക്കൂസിലാണ് കിടക്കുന്ന പോച്ചങ്ങളെ. എൻ്റെ ബാഗും ബുക്കും ഒക്കെ തുണിയും എല്ലാം കത്തിപ്പോയി. വീട് കത്തിയപ്പോൾ ഈ കുഞ്ഞും തള്ളയും കിടക്കുന്ന ഈ ബാത്റൂമിലാണ് ഞങ്ങൾ ഈ കക്കൂസിനകത്താണ് കിടക്കുന്നത്. നാട്ടുകാർ നമ്മളെന്താ ചെയ്യാൻ പറ്റും? എല്ലാവരും സാധുക്കൾ. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. പകലെല്ലാം എൻ്റെ വീട്ടിൽ ഇരിക്കും. രാത്രി അതിനെയും തള്ളയും കുഞ്ഞിനെയും കിടത്താനുള്ള സൗകര്യം നമുക്കില്ല. ബഹളം കേട്ട് ഓടി വന്നപ്പോഴത്തേക്ക് വീട് കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് നോക്കി പകുതി മുക്കാലും കത്തി എരിഞ്ഞ്. അതിനുശേഷം ഈ കുഞ്ഞും തള്ളയും കിടക്കുന്ന ഈ ബാത്റൂമിലാണ്. കത്തിക്കുമെങ്കിൽ അവൻ പറഞ്ഞായിരുന്നു ഞങ്ങളൊക്കെ കത്തിച്ച് കളയും ഇതിനകത്തിട്ടെന്ന്. പക്ഷെ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇങ്ങനെ പരാതി കൊടുത്തിട്ട് പോലീസുകാർ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ട് വന്നാലേ എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ 3 മാസമാണെങ്കിൽ 3 മാസം വെയിറ്റ് ചെയ്യണം. ഈ 3 മാസം ഞങ്ങൾ ഈ ബാത്റൂമിനകത്ത് കിടക്കുമോ? മക്കളെ ഈ പൊടി കുഞ്ഞുമായിട്ട് ഉടുക്കാൻ തുണിയില്ലാതെ നടക്കുമോ? ജീവിക്കണ്ടേ? ഭക്ഷണമുണ്ടോ? ആഹാരമുണ്ട്? ഞാനൊരു രോഗി കൂടിയാണ്. മരുന്നില്ല. മരുന്ന് വരെ തീർന്ന്. ഞാൻ തലയ്ക്ക് ഫിക്സിന്റെ പ്രശ്നം വന്ന് മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് കൂടിയാണ്. ഞാൻ ഈ കുഞ്ഞു മക്കളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയത്തില്ല. 3 കൊച്ചു മക്കളുള്ളത്. ആരുമില്ല ആശ്രയത്തിന്. 2 പേരെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂഷ്യം കാരണം ഞാൻ മാറ്റി നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ കൂടെ നിർത്തിയല്ല പഠിപ്പിക്കുന്നത്. എനിക്കില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമായി. എൻ്റെ മക്കൾ സ്കൂളിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന് ഈ കിടക്കുന്ന ഞാനിവിടെ ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുന്ന 9-ാം തീയതി രാത്രി 8 മണിക്ക് എനിക്ക് ഫോൺ വരുന്നത്. പാത്തു നിന്റെ വീട് കത്തിയെന്നും പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇത് മൊത്തം കത്തി നാശമായെന്ന് കേട്ടപ്പോൾ ഭൂമി വളർന്ന് താഴോട്ട് പോയാൽ മതിയെന്ന് തോന്നിയ അവസ്ഥയെ. കാരണം ഞാൻ അത്ര നെഞ്ചുരുകി പലരുടെ മുമ്പിൽ കൈനീട്ടി ഞാൻ ഉണ്ടാക്കിയ മുതലായി ഇത് ചെയ്തിട്ടേക്കുന്ന. ഇതെനിക്ക് 100% ഉറപ്പ്. ചെയ്തത് ഞാൻ കല്യാണം ബന്ധം ഒഴിയാൻ വേണ്ടി 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ചെലവിനും ഇല്ല. ഞങ്ങളുടെ കൂടെയല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങളങ്ങനെ ഒഴിയാൻ കൊടുത്ത പല സ്ത്രീയായിട്ട് നടക്കുന്നവനല്ലേ ഒഴിയാൻ കൊടുത്തത്. ആ ഒഴിയാൻ കൊടുത്തതിൻ്റെ വൈരാഗ്യത്തെ അയാൾ തന്നെ ചെയ്തതാണ് ഞങ്ങൾക്ക് ഉറപ്പ്. പക്ഷെ പോലീസ് തെളിവില്ലാതെ ഈ കേസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് തെളിവിന് വേണ്ടി ഫോറൻസിക് റിപ്പോർട്ട് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾക്ക് ഉറപ്പാണെങ്കിലും ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഈ വീടൊന്ന് കെട്ടാനൊരു വഴി കാണിച്ചു തരണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഇനി 6 മുമ്പ് എനിക്ക് കൈ നീട്ടാനുള്ള അവസ്ഥയല്ല. ഞാനൊരു രോഗി കൂടി. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനി ഇത് കൂട്ടിയാൽ കൂടില്ല. 20 ദിവസം കൊണ്ട് കക്കൂസി കിടക്കുക. കക്കൂസി കിടന്നിട്ട് മൂക്ക് പനിയാണ്. തീരെ സുഖമില്ല. ഉടുതുണി എല്ലാം കത്തിക്കരിഞ്ഞു പോയി. ഉടുതുണി മേടിക്കാൻ പോലും ഒരു നിവൃത്തിയില്ല. എൻ്റെ നൈറ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടുതുണി മേടിക്കാനോ അല്ല കുഞ്ഞിനൊരു ബാഗ് മേടിക്കാനോ ഒന്നുമുള്ള നിവൃത്തി ഇപ്പം അതിനില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും സഹായം ചെയ്ത് പടച്ചോൻ്റെ ഇതിൽ നിന്നൊരു കൂലിപ്പാട്. രാമിനെന്ന് അറിയപ്പെടുന്ന ഫാത്തിമ എന്ന് എല്ലാവരും വിളിക്കുന്നത്. എൻ്റെ കൊല്ലം ജില്ലയിലെ വെള്ളിമൺ കുണ്ടറ പുനരധിവാസ കോളനിയിൽ 1-ാം വാർഡിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് 20 ദിവസമായിട്ട് നടക്കുന്ന സംഭവം. വെട്ടവുമില്ല, വെളിച്ചമില്ല, കിടക്കാൻ സ്ഥലമില്ലാതെ ബാത്റൂമിൽ കഴിയുന്ന ഒരു അമ്മയും കുഞ്ഞിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. നല്ലൊരു വീടായിരുന്നു. ഞാൻ പുതുതായിട്ട് പണിഞ്ഞ് ഇതിനകത്തില്ലാത്ത ഫർണിച്ചറും സാധനങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇതിനകത്തൊന്നുമില്ല. ഒരു ചൂല് പോലും ഇതിനകത്ത് എടുക്കാനില്ലാത്ത അവസ്ഥ. ഭർത്താവിൻ്റെ വീട് എൻ്റെ പെൺമക്കളെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മക്കളെ മാറ്റി നിർത്തിയേക്കുന്നത്. മക്കളിപ്പോൾ വേറെ പള്ളിയിലായിട്ടൊക്കെ നിർത്തി പഠിപ്പിക്കുകയാണ്. ഞാനിവിടെ നിർത്തിയിട്ടേ ഇല്ല. അയാളുമായിട്ട് താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പെണ്ണുങ്ങളെ ആരെയും ഒരു സഹോദരി പോലും നമ്മുടെ കൂടെ നിർത്താൻ കൊള്ളത്തില്ല. ഡിവോഴ്സിന് കൊടുത്തേക്കാണ്. അയാളിപ്പോൾ എന്നെ അവരുമായി പോലെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ടാണ് അടുപ്പമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിവോഴ്സിന് കൊടുത്തേക്കാണ്. അതിന്റെ വൈരാഗ്യത്തിലാണ്. അതിന്റെ വൈരാഗ്യത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യും. മക്കളുടെ ഡ്രസ്സ് പോയി. മോള് നല്ല പഠിക്കുന്നതായിരുന്നു. മക്കളൊക്കെ പഠിക്കുന്നതുകൊണ്ട് ട്രോഫി സാധനമൊക്കെ കിട്ടി. അതെല്ലാം നഷ്ടമായി. ഡ്രസ്സില്ല, ഉടുപ്പില്ല, ബാഗില്ല, ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. ഈ വീട് ഇത്രയും കത്തി നാശമായില്ലേ? ആ സമയത്ത് ഒരിച്ചിരി വെള്ളം കൊണ്ട് അണയ്ക്കാൻ അയാളോ അയാളുടെ കുടുംബത്തിലുള്ളവരോ വന്നിട്ടില്ല. ഈ വീട് ഇത്രയും കത്തിപ്പോകുന്ന സമയത്ത് പോലും അവർ ആഹാരം കഴിക്കും
വെക്കായിരുന്നു. അവിടെ ഇരുന്ന അയലത്തുകാർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതാണ്. പലരും ഈ വീട് കത്തിയിട്ടും ഞാൻ പിറ്റേന്ന് നേരം വെളുത്ത് ഞാൻ ഇതിൻ്റെ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവർ സന്തോഷമായിട്ട് ഓരോരുത്തരോട് പറയുന്നത് എല്ലാം പോയി, ഇനി അവൾ എവിടെ കിടക്കുമെന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണമെന്ന്. അയാൾ പല സ്ത്രീ ബന്ധം, പണ്ട് അയാൾ വേറെ കല്യാണം കഴിച്ച് 2 കൊച്ചുങ്ങളെ ആയിട്ട് അത് ഉപേക്ഷിച്ചതാണ്. അതുപോലെ വേറൊരു പെണ്ണിന് അതിന് മുമ്പേ ഒരു ഇതാക്കി അതിന്റെ ജീവിതം കളഞ്ഞ്, അങ്ങനെ പലരുമായിട്ടുള്ള ബന്ധങ്ങൾ. 20 ദിവസം കൊണ്ട് ഈ ബാത്റൂമിനകത്ത് ഞങ്ങൾ കിടന്നിട്ട് ഞങ്ങളെ ആരും വന്ന് സഹായിക്കാനില്ല. ഇവിടുത്തെ അയൽക്കാർ തരുന്ന ഒരു പിടി ഭക്ഷണവും വാർഡ് മെമ്പർ കൊണ്ട് തരുന്ന ഇച്ചിരി വെള്ളവും ആഹാരവും ഞങ്ങൾ കഴിക്കുന്നത്.